ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എനർജിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവരിതിങ്. ഈ ഒരു ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ +1 വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 18 ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവരിതിങ് എന്ന ആ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന ഒരു ഭാഗം കാണാൻ കഴിയും. അപ്പോൾ അതൊന്ന് നോക്കാം. ഡോക്ടർ കലാം എക്സോർട്സ് എവരിബഡി ടു ബി യുണീക്ക് ഇൻ ഹിസ് ഓർ ഹെർ ഓൺ വേ. There are many people who have proved their uniqueness even while fighting adversities and limitations. Stephen Hawking's profile reveals how he was overcome his disabilities to become the supernova of physics. അപ്പോൾ എന്താണ് നമ്മൾ ഡോക്ടർ കലാമിൻ്റെ ആ ഒരു ലെസണിലൂടെ മനസ്സിലാക്കിയത്? എല്ലാവരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ യുണീക്ക് ആവണം. അതായത് അങ്ങനെ യുണീക്കായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ മുന്നിൽ എക്സാമ്പിൾ ആയിട്ടുണ്ട്. അവരുടെ ലിമിറ്റേഷൻസിനെയും അതുപോലെ തന്നെ ദൗർഭാഗ്യത്തെയും ഒക്കെ മറികടന്നുകൊണ്ടാണ് അവർ ആ ഒരു യുണീക്നെസ് അച്ചീവ് ചെയ്തത്. അതായത് നമ്മുടെ ആ ഒരു കുറവുകളെയൊക്കെ മറികടന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു നിലയിലേക്ക് എത്തിയ ഒരു പ്രശസ്തനായ വ്യക്തിയാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. തൻ്റേതായിട്ടുള്ള എല്ലാ ഡിസബിലിറ്റീസും അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു പൊസിഷനിലേക്കുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത്. അദ്ദേഹം തൻ്റെ ഡിസബിലിറ്റീസിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഫിസിക്സിൽ ഒരുപാട് നേട്ടങ്ങളും മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ലെസണിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവരിതിങ് എന്ന് പറയുന്ന ഈ ഒരു ലെസൺ എഴുതിയിരിക്കുന്നത് കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചൊന്ന് നോക്കാം. കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ ഇസ് എ സയൻസ് റൈറ്റർ, ലെക്ചറർ ആൻഡ് ഫോമർ പ്രൊഫഷണൽ മ്യൂസീഷ്യൻ. ഷീ വാസ് ഓതേർഡ് ന്യൂമറസ് സയൻസ് ബുക്സ് ഇൻക്ലൂഡിംഗ് ബുക്സ് ഓൺ ബയോഗ്രഫിക്കൽ ഫാക്ട്സ്. അപ്പോൾ നമ്മുടെ ഓതർ ആരായിരുന്നു? സയൻസ് റൈറ്റർ ആയിരുന്നു, ലെക്ചറർ ആയിരുന്നു, അതുപോലെ തന്നെ ഫോമർ മ്യൂസീഷ്യനും കൂടിയാണ്. ഷീ ഹാസ് ഓതേർഡ് ന്യൂമറസ് സയൻസ് ബുക്സ് ഇൻക്ലൂഡിംഗ് ബുക്സ് ഓൺ ബയോഗ്രഫിക്കൽ ഫാക്ട്സ്. ഒരുപാട് സയൻസ് ബുക്സ് എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ജീവചരിത്രങ്ങളും എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി തൊട്ട് താഴെയുള്ള ആ ഒരു പാരഗ്രാഫ് നോക്കാം. ഫെർഗ്യൂസൺസ് വർക്ക്സ് ആർ റെക്കഗ്നൈസ്ഡ് ഫോർ ദെയർ ഡിഗ്രി ഓഫ് ഡീറ്റെയിൽ ആൻഡ് ആക്യുറസി. അതായത് നമ്മുടെ ഈ ഒരു ഓതറിൻ്റെ വർക്കുകളിൽ എല്ലാം തന്നെ വളരെ കൃത്യമായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു എഴുതിയിരുന്നത്. ഷീ ഈസ് നോൺ ഫോർ ദ എബിലിറ്റി ടു എക്സ്പ്ലെയിൻ വെരി കോംപ്ലിക്കേറ്റഡ് സയൻറ്റിഫിക് കോൺസെപ്റ്റ്സ്. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് കോൺസെപ്റ്റൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ഈ ഒരു ഓതറിനുണ്ടായിരുന്നു. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പാരാഗ്രാഫാണ്. ഇൻ ദി കോക്രോഫ്റ്റ് ലെക്ചർ റൂം ഓൺ April 29, 1918, scientists and university dignitaries gathered in steep tiers of seats facing a 2-story wall of chalkboard and slide screen. The occasion was the inaugural lecture by a new Lucasian professor of mathematics, the 38-year-old mathematician and physicist Stephen Hawking. അപ്പോൾ എന്താ പറയുന്നത്? സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഡിഗ്നിറ്ററീസൊക്കെ ഒരു ലെക്ചർ കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എവിടെ വെയിറ്റ് ചെയ്യുന്നത്? കോക്രോഫ്റ്റ് ലെക്ചർ റൂമിൽ. April 29, 1980 ഈ ഒരു സംഭവം, അതായത് ഈ ഒരു കാര്യം നടക്കുന്നത്. അവരിയ്ക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചോക്ക് ബോർഡും അതുപോലെ തന്നെ ഒരു സ്ലൈഡ് സ്ക്രീനും ഒക്കെ ഉണ്ട്. ദ ഒക്കേഷൻ വാസ് ദ ഇനാഗുറൽ ലെക്ചർ ബൈ എ ന്യൂ ലൂക്കേഷ്യൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ്, ദ 38-year-old മാത്തമാറ്റീഷ്യൻ ആൻഡ് ഫിസിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിങ്. എന്തായിരുന്നു പ്രോഗ്രാം? ഒരു ഇനാഗുറൽ ലെക്ചർ നടത്തുക എന്നതായിരുന്നു അവിടെ നടക്കുന്ന ആ ഒരു പ്രോഗ്രാം അറിയുന്നത്. ആരാ നടത്തുന്നത്? ഒരു ന്യൂ ലൂക്കേഷ്യൻ പ്രൊഫസർ, അതായത് മാത്സിൻ്റെ ഒരു ന്യൂ ലൂക്കേഷ്യൻ പ്രൊഫസറായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന 38 വയസ്സ് പ്രായമുള്ള ഒരു മാത്തമാറ്റീഷ്യൻ ആൻഡ് ഫിസിഷ്യനാണ് ഇപ്പോഴത്തെ ലൂക്കേഷ്യൻ പ്രൊഫസർ എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു ആ ഒരു ലെക്ചർ നടത്തുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പാരാഗ്രാഫ് നോക്കാം. ദ ടൈറ്റിൽ ഓഫ് ദ ലെക്ചർ വാസ് എ ക്വസ്റ്റ്യൻ ഇസ് ദ എൻഡ് ഇൻ സൈറ്റ് ഓഫ് തിയററ്റിക്കൽ ഫിസിക്സ്. ഹോക്കിംഗ് startled his listeners by announcing that he thought it was. He invited them to join him in a sensational escape through time and space to find the holy grail of science, the theory that explains the universe and everything that happens in it. എന്താണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്? The title of the lecture was a question is the end in sight for theoretical physics. അതായത് തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ അന്ത്യം ദൃഷ്ടിപഥത്തിലായോ എന്നാണ് ചോദിക്കുന്നത്. അതാണ് ആ ഒരു ലെക്ചറിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. എന്താണ് തിയററ്റിക്കൽ ഫിസിക്സ് എന്ന് നോക്കാം. Theoretical physics is a branch of physics that employs mathematical models and
abstractions of physical objects and system to rationalize, explain and predict natural phenomena. അതായത് ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് തിയററ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വെച്ചിട്ട് നാച്ചുറൽ ഫിനോമിനാൻസിനെ പ്രഡിക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നതാണ്. അതായത് മാത്സിൻ്റെയും ഫിസിക്സിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒന്നാണ് തിയററ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. ഹോക്കിംഗ് തൻ്റെ ലെക്ചർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ലെക്ചറിലേക്ക് അവിടെയുള്ള എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ എൻഡ് ആയോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഹോക്കിംഗ് സ്റ്റാർട്ടിൽ ഹിസ് ലിസണേഴ്സ് ബൈ അനൗൺസിങ് ദാറ്റ് ഹി തോട്ട് ഇറ്റ് വാസ്. അതായത് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, എങ്ങനെ ഈ ഒരു തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ എൻഡായി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഒരു ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. He invited them to join him in a sensational escape through time and space to find the holy grail of science, the theory that explains that universe and everything that happens in it. എന്താണ് ഹോളി ഗ്രെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്രിസ്തുവിൻ്റെ അവസാനത്തെ അത്താഴത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള ഒരു പാത്രത്തിനെയാണ് ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ്, വിശുദ്ധമായിട്ടുള്ള സയൻസ് എന്ന ആ ഒരു സെക്ഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് എൻ്റെ യൂണിവേഴ്സിനെ കുറിച്ചും അതിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ ഈ ഒരു സയൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെക്ചറിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. ഇനി മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കാം. സ്റ്റീഫൻ ഹോക്കിംഗ് സാറ്റ് സൈലൻ്റ്ലി ഇൻ എ വീൽ ചെയർ വൈൽ വൺ ഓഫ് ഹിസ് സ്റ്റുഡൻസ് റീഡ് ഹിസ് ലെക്ചർ ടു അസംബിൾഡ് കമ്പനി. Judged by appearance alone, Hawking did not seem a promising choice to lead any adventure. അപ്പോൾ എന്താണ്, അദ്ദേഹം ഒരു വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് എണീറ്റ് നടക്കാനോ അതുപോലെ ഒന്നും ചെയ്യാനോ ഒന്നും കഴിയില്ല. എല്ലുകൾക്കൊന്നും തന്നെ ഒരു ബലവും ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ഒരു പ്രത്യേക കണ്ടീഷനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സൈലൻ്റ് ആയിട്ട് ആ ഒരു വീൽ ചെയറിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ലെക്ചർ വായിച്ചു കൊടുത്തിരുന്നത്, ആ ഒരു സമയത്ത് ആ ഒരു ലെക്ചർ വായിച്ചു കൊടുത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ജഡ്ജഡ് ബൈ അപ്പിയറൻസ് അലോൺ, ഹോക്കിംഗ് ഡിഡ് നോട്ട് സീം എ പ്രോമിസിങ് ചോയ്സ് ടു ലീഡ് എനി അഡ്വഞ്ചർ. അതായത് എന്താ പറയുന്നത്, സ്റ്റീഫൻ ഹോക്കിങ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടീഷൻസൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് ഇത്രയും വലിയ അഡ്വഞ്ചേഴ്സൊക്കെ കൊണ്ടുതരാൻ കഴിയുമോ എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരപ്രകൃതവും അദ്ദേഹം ആ ഒരു വീൽ ചെയറിലിരിക്കുന്നതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നും. കാരണം നമ്മുടെ മനസ്സിൽ ഒരുപാട് അഡ്വഞ്ചേഴ്സൊക്കെ കൊണ്ടുതരുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ വളരെ ഫിറ്റായിട്ടുള്ള എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടീഷൻസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനെ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ നാലാമത്തെ പാരഗ്രാഫാണ് നോക്കുന്നത്. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് വാസ് ബോൺ ഓൺ 8 January 1942 in Oxford, England. It was exactly 300 years after the death of Galileo, the father of modern science. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലെ 1942 ജനുവരി 8 അദ്ദേഹം ജനിക്കുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മോഡേൺ സയൻസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഗലീലിയോ മരിച്ചിട്ട് ഏകദേശം 300 വർഷങ്ങൾക്ക് ശേഷമാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ജനിക്കുന്നത്. ഇനി അഞ്ചാമത്തെ പാരഗ്രാഫ് നോക്കാം. Frank and Isabel Hawking, Stephen's parents, were not wealthy, but they believed in the value of education. So they planned for Stephen to go to Westminster, a famous public school in the heart of London. Unfortunately, Stephen was ill at the time of the scholarship examination for Westminster. Therefore, he attended the local St. Albans school. അതായത് ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ് ഇവരായിരുന്നു സ്റ്റീഫൻ്റെ പാരൻസ് എന്ന് പറയുന്നത്. ഇവർ അത്ര വെൽത്തിയൊന്നും ആയിരുന്നില്ല, അത്ര സമ്പത്തുള്ളവരൊന്നും ആയിരുന്നില്ല. ബട്ട് ദേ ബിലീവ്ഡ് ഇൻ ദി വാല്യൂ ഓഫ് എഡ്യൂക്കേഷന്. പക്ഷേ അവർ എഡ്യൂക്കേഷൻ്റെ ആ ഒരു വാല്യൂവിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരുന്നു. അവർക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചുള്ള നല്ല അറിവുണ്ടായിരുന്നു. അവർക്ക് എഡ്യൂക്കേഷൻ്റെ വാല്യൂസിനെ കുറിച്ചൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ സ്റ്റീഫൻ ഹോക്കിങ്സിനെ ലണ്ടനിലെ ഫേമസ് ആയിട്ടുള്ള ഒരു പബ്ലിക് സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അൺഫോർച്ചുനേറ്റ്ലി സ്റ്റീഫൻ വാസ് ഇൽ അറ്റ് ദ ടൈം ഓഫ് ദി സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഫോർ വെസ്റ്റ്മിനിസ്റ്റർ. നിർഭാഗ്യവശാൽ സ്റ്റീഫൻ ഹോക്കിങ്ങിന് ആ ഒരു സമയത്ത് ആ ഒരു സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ടൈമിൽ അദ്ദേഹത്തിന് അസുഖം പിടിക്കുകയും ആ ഒരു എക്സാം എഴുതാൻ കഴിയാതെ വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല. പിന്നെ അങ്ങനെ ആ സ്കൂളിൽ ചേരാൻ സാധിച്ചില്ല. പകരം അദ്ദേഹം സെയിൻറ്റ് ആൽബൻസ് സ്കൂളിലാണ് പിന്നീട് ചേരുന്നത്. ഒരു ലോക്കൽ സ്കൂളായിരുന്നു. സോ ദേ പ്ലാൻ ഫോർ സ്റ്റീഫൻ to go to Westminster, a famous public school in the heart of London.
By the time he was 8, he was thinking seriously about becoming a scientist. Frank Hawking encouraged his son to follow him into medicine, but Stephen found in biology too imprecise. He wanted a subject in which he could look for the exact answers and get to the root of things. അതായത് അദ്ദേഹത്തിന് ഏകദേശം 8 വയസ്സ് പ്രായമുള്ള ആ ഒരു ടൈമിൽ തന്നെ അദ്ദേഹം സയൻറ്റിസ്റ്റ് ആവുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ചിന്തകളൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഫ്രാങ്ക് ഹോക്കിംഗ് എൻകറേജ്ഡ് ഹിസ് സൺ ടു ഫോളോ ഹിം ഇൻ ടു മെഡിസിൻ, ബട്ട് സ്റ്റീഫൻ ഫൗണ്ട് ബയോളജി ടു ഇംപ്രിസൈസ്. അതായത് ഹോക്കിങ്ങിന് അദ്ദേഹത്തിൻ്റെ മകനെ മെഡിസിൻ ഫീൽഡിലേക്ക് കൊണ്ടുവരാനായിരുന്നു താല്പര്യം. പക്ഷേ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ അഭിപ്രായത്തിൽ ബയോളജിയിൽ എക്സാക്റ്റ് ആൻസേഴ്സ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. കൃത്യമായിട്ടുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്ന അത്തരത്തിലുള്ള വിഷയത്തിനോടായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിന് താല്പര്യം. നമ്മളിനി അടുത്ത പാരഗ്രാഫാണ് നോക്കുന്നത്. യങ് സ്റ്റീഫൻ വാസ് നോ പ്രൊഡിജി. ഹി വാസ് ജസ്റ്റ് ആൻ ഓർഡിനറി ഇംഗ്ലീഷ് സ്കൂൾ ബോയ്, സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ്, ഹിസ് ഹാൻഡ് റൈറ്റിംഗ് ദ ഡെസ്പെയർ ഓഫ് ഹിസ് ടീച്ചേഴ്സ്. അപ്പോൾ എന്താ പറയുന്നത്? യങ് സ്റ്റീഫൻ വാസ് നോ പ്രൊഡിജി. പ്രൊഡിജി മീൻസ് പ്രതിഭ, ഇൻ്റലിജൻറ്റ്. അപ്പോൾ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തിൽ അത്ര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. ഹി വാസ് ജസ്റ്റ് ആൻ ഓർഡിനറി ഇംഗ്ലീഷ് സ്കൂൾ ബോയ്. സാധാരണ കുട്ടികളെ പോലെ ഒരു കുട്ടിയായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങും. സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ്, എഴുതാനും വായിക്കാനും ഒക്കെ വളരെ പിന്നോക്കമായിരുന്നു അദ്ദേഹം. ഹിസ് ഹാൻഡ് റൈറ്റിംഗ് ദ ഡെസ്പെയർ ഓഫ് ഹിസ് ടീച്ചേഴ്സ്. അതുപോലെ തന്നെ അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ടീച്ചർമാരെ വരെ നിരാശപ്പെടുത്തുന്ന തരത്തിൽ അത്രയും മോശമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. വായിക്കാനും എഴുതാനൊക്കെ വളരെ പിന്നോക്കത്തിൽ, അതായത് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത എന്നാൽ അധികം പഠിക്കാത്ത ഒരു ടൈപ്പ് ക്യാരക്ടർ, അങ്ങനത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്. ഹി വാസ് റാങ്കഡ് നോ മോർ ദാൻ ഹാഫ് വേ അപ്പ് ഇൻ ഹിസ് ക്ലാസ്. അതായത് പറയത്തക്ക റാങ്കുകളൊന്നും തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കൂൾ കാലഘട്ടത്തിലൊന്നും തന്നെ അത്ര വലിയ റാങ്കുകളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ദോ ഹി നൗ സേസ് ഇൻ ഹിസ് ഓൺ ഡിഫൻസ് ഇറ്റ് വാസ് വെരി ബ്രൈറ്റ് ക്ലാസ്. അദ്ദേഹം ഇന്ന് അതിനുള്ള ഒരു ന്യായമായിട്ട് ഇടയ്ക്കൊക്കെ തമാശ പോലെ പറയാറുണ്ട്. എന്താ പറയുന്നത്? ആ ഒരു ക്ലാസ്സിൽ മുഴുവനും ബ്രൈറ്റ് സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് എനിക്ക് റാങ്കുകളൊന്നും കിട്ടാഞ്ഞത് എന്ന് അദ്ദേഹം ഒരു തമാശ രൂപത്തിൽ ഇന്നും പറയാറുണ്ട്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. At 14, Stephen knew that he would pursue mathematics and physics. അതായത് അദ്ദേഹത്തിൻ്റെ 14-ാമത്തെ വയസ്സായപ്പോഴേക്കും മാത്സും ഫിസിക്സൊക്കെ ചൂസ് ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. His father called this impractical, for there were no jobs in mathematics except teaching. Moreover, he wanted his son to attend his own college, and Oxford offered no mathematics. അപ്പോൾ എന്താ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ 14-ാമത്തെ വയസ്സായപ്പോഴേക്കും അദ്ദേഹം ഏത് വിഷയം എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ തുടങ്ങി. അങ്ങനെ മാത്സും ഫിസിക്സും എടുക്കുക എന്നുള്ള ഒരു ധാരണയിലെത്തുകയും ചെയ്തു. ആ ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് മാത്സും ഫിസിക്സൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ടീച്ചിങ് അല്ലാതെ മറ്റൊരു ഓപ്ഷനില്ല, ആ ഒരു ജോബ് സെലക്ട് ചെയ്യേണ്ടി വരും. മെയിനായിട്ടും ടീച്ചിങ് കരിയറാണ് മാത്സും ഫിസിക്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഫാദറിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാദറിന് ആ ഒരു ജോബിനോട് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. മോറോവർ ഹി വാണ്ടഡ് ഹിസ് സൺ ടു അറ്റൻഡ് ഹിസ് ഓൺ കോളേജ് ആൻഡ് ഓക്സ്ഫോർഡ് ഓഫേർഡ് നോ മാത്തമാറ്റിക്സ്. അതുമാത്രമല്ല, അപ്പോൾ എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മകനെ അദ്ദേഹം പഠിച്ചിട്ടുള്ള ആ ഒരു കോളേജിൽ ചേർക്കാനായിരുന്നു താല്പര്യം. പക്ഷേ അവിടെയാണെങ്കിൽ മാത്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു മാത്സ് എന്ന സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നത് ഫാദറിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഫാദർ പഠിച്ചിട്ടുള്ള അതേ കോളേജിൽ തന്നെ മകനെ ചേർത്തണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ആ കോളേജിൽ മാത്സ് എന്ന സബ്ജക്റ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ രണ്ട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഇവന് ഈ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നതിൽ. He followed his father's advice and studied chemistry, physics and only a little mathematics in preparation for the entrance into Oxford. അങ്ങനെ അദ്ദേഹം അച്ഛൻ്റെ ആ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഉപദേശം അല്ലേ. അച്ഛൻ്റെ ആ ഒരു അഡ്വൈസ് കേട്ടിട്ട് കെമിസ്ട്രി, ഫിസിക്സ് ആ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ കുറച്ച് മാത്സും പഠിക്കുന്നുണ്ടായിരുന്നു. കാരണം എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മാത്സ് ആവശ്യമുണ്ടായിരുന്നു. എൻട്രൻസ് എക്സാം പാസ്സാവാൻ മാത്സും കൂടെ വേണം. അപ്പോൾ കുറച്ച് മാത്സ് ആ ഒരു കാരണത്തിന് വേണ്ടിയിട്ട് മാത്രം മാത്സും കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു. ഹി ഡിഡ് വെൽ ഇൻ ഫിസിക്സ് ആൻഡ് ദ ഇൻ്റർവ്യൂ വാസ് ബ്രില്യൻ്റ്ലി ആക്സെപ്റ്റഡ്. അതായത് ഫിസിക്സിൽ നല്ല താല്പര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു ഇൻ്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുകയും അവന് ആ ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫാണ് നോക്കുന്നത്. ഇൻ 1959 അറ്റ് ദ ഏജ് ഓഫ് 17 ഹോക്കിംഗ് വെൻറ്റ് ടു ഓക്സ്ഫോർഡ് ടു സ്റ്റഡി നാച്ചുറൽ സയൻസ് ആൻഡ് ടു സ്പെഷ്യലൈസ് ഇൻ ഫിസിക്സ്. അപ്പോൾ എന്താണ്, 1959, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു 17-ാമത്തെ വയസ്സിൽ ഹോക്കിങ്
ഓക്സ്ഫോർഡിലേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ടാണ് പോയത്? നാച്ചുറൽ സയൻസിനെ കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ ഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് അദ്ദേഹം ഓക്സ്ഫോർഡിലേക്ക് പോയി എന്നാണ് പറയുന്നത്. He joined University College, his father's college and the oldest at Oxford, founded in 1249 AD. അങ്ങനെ അദ്ദേഹം 1249 AD-യിലുള്ള ആ ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാദറും പഠിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കാം. നെവർട്ട്ലെസ് ഫോർ എബൌട്ട് എ ഇയർ ആൻഡ് എ ഹാഫ് ഹോക്കിംഗ് വാസ് ലോൺലി ആൻഡ് ബോർഡ്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കോളേജ് ലൈഫിലുള്ള ആദ്യത്തെ 1.5 വർഷം എന്ന് പറയുന്നത് വളരെ ബോറിംഗ് ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു. അതായത് ആ ഒരു കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാനൊന്നും അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല. He was not inspired to relieve his boredom by exerting himself academically, but halfway through his second year, he began enjoying Oxford. ആ ഒരു കോളേജ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ 1.5 വർഷം ഫുൾ ബോറായിരുന്നു. പിന്നീട് പഠിക്കാനുള്ള അങ്ങനെയുള്ള ഇൻസ്പിറേഷൻസ് ഒന്നും അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല, അതുപോലെ മോട്ടിവേഷൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. സ്വന്തമായിട്ടാണെങ്കിൽ പഠിക്കാനുള്ള ആ ഒരു താല്പര്യവും വരുന്നുണ്ടായിരുന്നില്ല. അപ്പം മൊത്തത്തിൽ അവിടെ ഒരു ബോറായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അങ്ങനെ ആ ഒരു കോളേജ് ലൈഫിൽ 2ാമത്തെ വർഷത്തിലേക്ക് കടന്നപ്പോഴേക്കും സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും അദ്ദേഹത്തിന് ആ ഒരു കോളേജിലെ അറ്റ്മോസ്ഫിയറും ആ ഒരു കോളേജ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഒരുപാട് ഇഷ്ടമായി തുടങ്ങി. He became popular and well accepted among his peers. Peers means ഗ്യാങ്, സഹപാഠികൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സഹപാഠികൾക്കിടയിൽ വളരെ ഫേമസ് ആയിരുന്നു. അതായത് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറി. They remember him as lively beyond and adaptable. അതായത് അവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സ്റ്റീഫൻ ഹോക്കിംഗ് എങ്ങനെയുള്ള ക്യാരക്ടറായിരുന്നു? വളരെ ആക്റ്റീവായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. എന്തും നേരിടാൻ കഴിവുള്ള, അതുപോലെ തന്നെ എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു സ്റ്റീഫൻ ഹോക്കിംഗ് ആയിരുന്നു അവരുടെയൊക്കെ മൈൻഡിൽ. He wore his hair long. He was famous for his wit, like classical music, science fiction and took part in sports. അതുപോലെ കോളേജ് ടൈമിൽ അദ്ദേഹത്തിൻ്റെ ഹെയറൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ വാസ് ഫേമസ് ഫോർ ഹിസ് വിറ്റ്. വിറ്റൊക്കെ പറയുന്നതിൽ കൂട്ടുകാർക്കിടയിൽ അദ്ദേഹം വളരെ ഫേമസ് ആയിരുന്നു. ക്ലാസിക്കൽ മ്യൂസിക്സിനോട് അതുപോലെ തന്നെ സയൻസ് ഫിക്ഷനോടൊക്കെ ആയിരുന്നു കൂടുതലായിട്ടുള്ള താല്പര്യം. അതിനോടൊക്കെ ആയിരുന്നു കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പോർട്സിലും കുറച്ച് ക്രേസുള്ള ഒരു കൂട്ടത്തിലായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലാസ് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യും. വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യണം. ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള പുതിയൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും. ബൈ.